മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യത്തിന്റെ കാലാവധി അവസാനിച്ചതോടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വീണ്ടും തിഹാർ ജയിലിലേക്ക് പോകുന്നതിന് മുൻപ് രാജ്ഘട്ടും ഹനുമാൻ ക്ഷേത്രവും ഒക്കെ അദ്ദേഹം സന്ദർശിക്കുകയുണ്ടായി. പ്രതികരണത്തിലേക്ക് കൂടി ആദ്യം. हमें हर एक को लड़ना, आप उससे जाओ कि आप जीत रहे हो, आप अपने उस कॉन्फिडेंस से जाओ कि आप जीत रहे हो और आखिरी तक आपको बैठे रहना है, किसी भी हालत में बैठे रहना है आपको. हमें हर एक को लड़ना पड़ेगा. ये चुनाव किसी पार्टी का या किसी नेता विशेष का नहीं है. ये चुनाव इस देश को बचाने के लिए है, इस देश में जनतंत्र को बचाने के लिए है. जिसके लिए भगत सिंह, गांधी जी सब लोग लड़े थे, वही माहौल आज है. जिस तरह से हमने अंग्रेजों को हटाया था, आज इस सत्ता को अपने को हटाना है. അനൂപ് ദാസ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നുണ്ട്. അനൂപ്, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞു നിന്ന ദിവസങ്ങളാണ്. അരവിന്ദ് കെജ്രിവാളിന്റെ പുറത്തേക്കുള്ള വരവ് അത് ഇന്ത്യ മുന്നണിയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തുമെന്ന ആവേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഈ മടങ്ങിപ്പോക്കിന്റെ സമയത്ത് ആപ്പും പ്രതിപക്ഷ കക്ഷികളും ഒക്കെ കണക്കാക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ. ദിവേഷ്, അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ തിഹാർ ജയിലിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ സഖ്യത്തിന്റെ ഒരു വിലയിരുത്തൽ പഞ്ചാബ്, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലാണ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ ആം ആദ്മിക്കും അല്പമെങ്കിലും കുറച്ചധികം സ്വാധീനമുള്ളത്. ആ സ്വാധീനമുള്ള മേഖലകളിൽ കെജ്രിവാളിന്റെ പ്രചാരണം ഗുണം ചെയ്തു എന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഇന്നലെ പുറത്തു വന്ന എക്സിറ്റ് പോളുകളിൽ തന്നെ പഞ്ചാബിലും ഒപ്പം തന്നെ ഹരിയാനയിലും നേട്ടമുണ്ടാക്കും ഇന്ത്യ സഖ്യം എന്നതാണ് വിലയിരുത്തൽ. ഡൽഹിയിൽ എന്നാൽ മുഴുവൻ സീറ്റും BJP തന്നെ വിജയിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറഞ്ഞതെങ്കിലും അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഇന്നലെ ഇന്ത്യ സഖ്യ യോഗത്തിൽ പറഞ്ഞത് 4 സീറ്റുകളിൽ സഖ്യം വിജയിക്കാൻ പോകുന്നു എന്നതാണ്. എന്തായാലും കെജ്രിവാൾ തന്നെ ജയിലിലേക്ക് മടങ്ങും മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തുടരാം. കെജ്രിവാൾ തിരിച്ച് ജയിലിലേക്ക് എത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആപ്പിലും ഒക്കെ നടക്കുന്ന ചർച്ചകൾ കൂടി. കെജ്രിവാള് തിരികെ ജയിലിലേക്ക് എത്തുന്ന സമയത്ത് തന്നെയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് സംസാരിച്ചത്. സീതാറാം യെച്ചൂരി ഇവിടെ വെച്ചായിരുന്നു ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടത്. ഇന്ത്യ സഖ്യ നേതാക്കൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പിൽ ചില കുഴപ്പങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. അത് കൃത്യമായി പരിശോധിക്കപ്പെടണം, അത് കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടണം എന്നതാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ യെച്ചൂരി ഉൾപ്പെടെയുള്ള നേതാക്കൾ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചത്. അതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്നുള്ളതാണ്. പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിന്റെ ഫലം പ്രഖ്യാപിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന് പുറമെ തന്നെ 150 ജില്ലാ മജിസ്ട്രേറ്റുമാരുമായിട്ട് അമിത്ഷാ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടിയാണ് എന്ന് അന്വേഷിക്കണമെന്ന ആവശ്യം കോൺഗ്രസിനുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും പ്രശ്ന സാധ്യതകളുണ്ട്. അതെല്ലാം പരിഹരിച്ചു പോകണം. ഓരോ ഘട്ടത്തിലും തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ ഓരോ ഘട്ടത്തിലുമുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പരാതികൾ അതത് ഘട്ടത്തിൽ പരിഹരിക്കണമെന്ന ആവശ്യം കൂടി ഇന്ത്യ സഖ്യം ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തെത്തിയായിരുന്നു ഇന്ത്യ സഖ്യ നേതാക്കൾ. ഡി രാജ ഇപ്പോൾ No, we went there primarily to demand that Election Commission should follow the Conduct of Election Rules 1961, Section 54A. That is related to the counting of votes. Ballot papers, the postal ballot should be counted first. Later on EVM should be counted. All these questions are there. How the officials must conduct the counting process, how the party representatives who are present, they will take up issues. This is what we... Thank you. അതായത് പോസ്റ്റൽ വോട്ടുകൾ ആദ്യം എണ്ണണം എന്ന ഒരു നിയമം തന്നെയുണ്ട്, ചട്ടം തന്നെയുണ്ട്. അത് പാലിച്ച് വേണം വോട്ടെണ്ണൽ പൂർത്തിയാക്കാൻ എന്ന ആവശ്യമാണ് ഇന്ത്യ സഖ്യം ഉന്നയിച്ചതെന്നാണ് CPI ജനറൽ സെക്രട്ടറി ഡി രാജ പറഞ്ഞിരിക്കുന്നത്. നേതാക്കളെല്ലാം ഇപ്പോൾ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം, ഇന്ത്യ സഖ്യ നേതാക്കളെല്ലാം മടങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതാ ഇടതുഭാഗത്ത് നമുക്ക് കാണാം മനു അഭിഷേക് സിംഗ്വി തിരിച്ച് പോവുകയാണ്. ഇപ്പുറത്താണെങ്കിൽ സൽമാൻ ഖുർഷിദ് ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തിരികെ പോകുന്നു. തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് തൊട്ട് മുൻപ് ആശങ്കകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കുവെക്കുകയാണ് ഇന്ത്യ സഖ്യ നേതാക്കൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ദിവിഷ്, സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകൾ തന്നെയാണല്ലോ ആദ്യം എണ്ണുന്നത്. മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പ്രധാനമായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ വെച്ചിട്ടുണ്ടോ പ്രതിപക്ഷം? അനൂപേ, ദിവിഷ്, സാധാരണഗതിയിൽ പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക. അതുതന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നവും. നേരത്തെ ചിലയിടങ്ങളിൽ പോസ്റ്റൽ വോട്ടുകൾ എണ്ണി അതിൻ്റെ ഫലം പുറത്തുവിടുന്നതിന് പകരം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകൾ ആദ്യം എണ്ണി എന്നതാണ് ഇവർ പ്രശ്നമാക്കി ഇന്ത്യ സഖ്യം പ്രശ്നമായി പറയുന്നത്. അങ്ങനെ ഒരു രീതി പിന്തുടരാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് ചട്ടം പറയുന്നത് ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണുക,
അതിൻ്റെ ഫലം പുറത്തേക്ക് വിടുക, അതിനുശേഷം ബാക്കി എണ്ണുക എന്നതാണ്. ആ ചട്ടം തന്നെ പിന്തുടരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നതാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ആവശ്യം. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതവണയാണ് ഇന്ത്യ സഖ്യം ഈ തെരഞ്ഞെടുപ്പ് ശരി,